അസ്സലാമലൈക്കും. പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 1.5 പെടലാണ് പെട്ടത്. നമ്മളെ സൗദി ഫാമിലി വിസിറ്റ് വിസ അടിക്കാൻ വേണ്ടിയിട്ട് ഖത്തർക്ക് വന്നാട്ടോ. നമ്മൾ നാട്ടിൽ പോവാതെ വിസ അടിക്കാൻ ഖത്തർ, ബഹ്റൈൻ, അതേപോലെ ദുബായിലൊക്കെ പോയിട്ട് ചെയ്യലുണ്ടല്ലോ. അങ്ങനെ ഖത്തറിൽ വന്നതാണ്. ഖത്തറിൽ വന്നപ്പോഴാണ് നമ്മൾ നോർമലി നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോസ്റ്റൽ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ സബ്മിറ്റ് ചെയ്യാറ്. അതിപ്പോൾ ഈ ഒരു 5 ഡേയ്സ് മുമ്പ് വരെ നമുക്ക് ഇഷ്യൂ ഇല്ലായിരുന്നു. 1-ാം തീയതി മുതലാണെന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്താണോ, അതായത് ഇപ്പം ബഹ്റൈൻ കാര്യങ്ങൾ എനിക്കറിയില്ല, പക്ഷെ ഖത്തറത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഖത്തർ മോഫന്റെ അറ്റസ്റ്റേഷൻ വേണം. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ അഡീഷണൽ ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന മാരേജ് സർട്ടിഫിക്കറ്റ്, അതേപോലെ മക്കളെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് മോഫ അറ്റസ്റ്റേഷന് മസ്റ്റ് ആണ്. അപ്പൊ മോഫ അറ്റസ്റ്റേഷന് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ എങ്കിൽ മോഫ അറ്റസ്റ്റേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഖത്തർ ഇന്ത്യൻ എംബസിന്റെ തന്നെ അറ്റസ്റ്റേഷൻ കിട്ടണം. ഖത്തർ ഇന്ത്യൻ എംബസിന്റെ അറ്റസ്റ്റേഷൻ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഖത്തർ ID വേണം. സൗദിയിൽ നിന്ന് വന്ന നമുക്ക് ഖത്തർ ID ഉണ്ടാവില്ല. അതൊരു ചതിയാണ്. ചതി എന്നല്ല, നമുക്ക് ഖത്തർ ID ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഖത്തറിലേക്ക് വിസ അടിക്കാൻ വരുന്ന എല്ലാവരും നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ പുറത്തുനിന്ന് വിസ അടിക്കാൻ വരിക. ഓക്കെ, ഓൾറെഡി ഇൻവിറ്റേഷൻ ലെറ്റർ അപ്രൂവൽ ആയിട്ടുള്ള ആളുകളുടെ കാര്യം കേട്ടോ പറയുന്നത്.